റീസെറ്റ് എന്ന ഡ്രാമയുടെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കാണിക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന ലിഷിക്കും ഹെയ്നും സംശയം തോന്നി ചാക്കുമായി സഞ്ചരിച്ച ആ യാത്രക്കാരൻ വർഷങ്ങളായി കൊലക്കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ആളാണ്. അയാളുടെ നല്ല പെരുമാറ്റം കാരണം ശിക്ഷയുടെ കാലാവധി 6 മാസമായി കുറഞ്ഞു കിട്ടുന്നു. അതറിഞ്ഞ അയാളെ കാണാനായി എത്തിയ ഭാര്യയോട് 2 മാസത്തിനുള്ളിൽ വീട്ടിലേക്ക് മടങ്ങിയതിനെക്കുറിച്ചും അതിനുശേഷം ജീവിക്കാൻ പോകുന്ന നല്ല ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള സ്വപ്നങ്ങൾ അയാൾ പങ്കുവെക്കുന്നു. പക്ഷെ മുമ്പ് ഗ്രാമത്തിൽ അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന വീട് എന്നെ വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ സിറ്റിയിലാണ് താമസം. ഇങ്ങനെ ഒരാളുടെ മകനാണെന്ന് പറയാൻ മകന് നാണക്കേടാണ്. അതുകൊണ്ട് ഭാവിയിൽ ഞങ്ങൾ അന്വേഷിച്ച് വരാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം. ഇനി ഞങ്ങളുമായി യാതൊരു ബന്ധത്തിനും വരരുതെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ മടങ്ങിയത്. തൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനൊരു വിധി നേരിടേണ്ടി വന്നത് എന്ന് അയാൾക്ക് അറിയാമെങ്കിലും അവരുടെ അവഗണന അയാളെ ശരിക്കും തളർത്തുന്നു. ഇതൊരു ബാക്ക് സ്റ്റോറി പോലെ കാണിച്ചതാണ്. ഇനി വീണ്ടും പ്രസന്റിലേക്ക് വരാം. പോലീസ് വിളിച്ചനുസരിച്ച് സ്റ്റേഷനിലെത്തിയ ലിഷിയെയും ഹെയ്നെയും പ്രത്യേകം ഇരുത്തി ചോദ്യം ചെയ്യുന്നു. മുമ്പത്തെ പോലെ ക്വസ്റ്റ്യനിങ് റൂമിലൊന്നുമല്ല എന്നൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ അവർക്ക് നേരെ സംശയമൊന്നുമില്ലാത്തത് കൊണ്ട് എന്തിനാണ് ലൂഡിയെ ബസ്സിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞത് എന്നതിനെ ബേസ് ചെയ്താണ് ചീഫ് അവളോട് ചോദ്യങ്ങൾ ചോദിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാഗിൻ്റെ കാര്യം അവൾ അവതരിപ്പിക്കുന്നു. അത് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട ബാഗ് തിരിഞ്ഞതാണെങ്കിൽ എന്തിനാണ് അവനെ ബസ് സ്റ്റോപ്പിലേക്ക് മാറ്റി നിർത്തി അത് തുറന്നു നോക്കിയത്? ഒരാഴ്ചയ്ക്ക് മുമ്പ് നഷ്ടപ്പെട്ട ബാഗിൽ അതേ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടാകും എന്ന് ചിന്തിച്ചാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവൾ പറയുന്നത് കള്ളമാണെന്ന് സംശയം തോന്നുന്നു. പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് അവൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാണ് മറുപടി നൽകിയത്. ജിയാങ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഹെയ്നും വളരെ കെയർഫുള്ളായിട്ടാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരുന്നത്. ബസ്സിലെ യാത്രക്കാരിൽ ആരെങ്കിലും സംശയം തോന്നിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവന് സംശയമുള്ള 2 പേരുടെയും പേരും സംശയം തോന്നാനുള്ള കാരണവും ഒക്കെ അവൻ പറയുന്നു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ബസ്സിലേക്ക് കയറുന്ന സമയത്തുള്ള CCTVയിൽ നിന്നെടുത്ത ഫോട്ടോസ് കാണിച്ച് ലിഷിക്ക് സംശയമുള്ളവരെ ചോദിച്ചപ്പോൾ ചാക്കുമായി വന്ന ആളെ തന്നെ അവളും കാണിക്കുന്നു. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ട് അവൾക്ക് സംശയം തോന്നുന്ന കാരണം എന്താണെന്ന് ചീഫ് അന്വേഷിക്കുന്നു. ബസ്സിലുണ്ടായിരുന്ന ബ്ലോഗറുടെ വീഡിയോയിലെ അയാളുടെ മുഖത്തെ എക്സ്പ്രഷനും അതിന് താഴെ വന്ന കമൻസും ഒക്കെ അവൾ കാണിച്ചു കൊടുക്കുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബസ്സിൽ അയാളുടെ പെരുമാറ്റം കുറച്ച് സംശയകരമായിരുന്നല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നിയത് എന്ന് അവൾ പറയുന്നു. 3 പേരുടെയും മൊഴികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഓഫീസർമാരെല്ലാവരും കൂടി ഒത്തുനോക്കുന്നു. 3 പേരുടെയും മൊഴികൾ തമ്മിൽ മാച്ചാവുന്നതിനല്ല അവരെ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. പക്ഷേ ചീഫിന് മാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാധാരണ ചോദ്യം ചെയ്യുമ്പോൾ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ സഹകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം. മാത്രമല്ല സാധാരണ ബസ്സിൽ കയറുമ്പോൾ അതിലുള്ള യാത്രക്കാരെ ഇത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കാറില്ല. അവർ പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് വിവരങ്ങൾ പറയുന്നത്. അതും അദ്ദേഹത്തിൽ സംശയം ഉണ്ടാക്കുന്നു. നമ്മൾ ചോദിച്ചനുസരിച്ച് അവർ ഉത്തരങ്ങൾ നൽകിയെന്നേ ഉള്ളൂ. അതിലവർ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് സുപ്പീരിയർ പറയുന്നു. അപ്പോഴാണ് അവർ 2 പേരും സംശയം പറഞ്ഞ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസുമായി ഒരു ഓഫീസർ അവിടേക്ക് വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ വണ്ടിയിടിച്ച് കൊന്നതിൻ്റെ പേരിൽ 9 വർഷമായി അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. വണ്ടിയിടിച്ച ശേഷം പോലീസിൽ കീഴടങ്ങാതെ 4 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് അയാളെ പിടികിട്ടിയത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം തനിച്ച് ഗ്രാമത്തിൽ തണ്ണിമത്തം കൃഷിയുമായി കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ സിറ്റിയിൽ താമസിക്കുന്ന മകനെ കാണാൻ വേണ്ടിയാണ് അവിടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടുന്നു. അതോടെ അയാളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ അവർ തീരുമാനിക്കുന്നു. അപകടത്തിൽ കൊല്ലപ്പെട്ട എല്ലാ ആളുകളുടെയും ബന്ധുക്കളെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നതിനാൽ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം സുപ്പീരിയർ ചീഫിനെ ഏൽപ്പിക്കുന്നു. ലിഷിയെയും ഹെയ്നെയും ലൂഡിയെയും വിട്ടയക്കാൻ സുപ്പീരിയർ പറഞ്ഞെങ്കിലും തൽക്കാലം ലിഷിയെ മാത്രം വിട്ടാൽ മതി. അവൾ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ആരെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവർ സംശയം പറഞ്ഞ മഡോങ്ങിൻ്റെ കുടുംബത്തിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിച്ച ശേഷം മറ്റുള്ളവരെ വിട്ടാൽ മതിയെന്ന് ചീഫ് പറയുന്നു. അങ്ങനെ ലിഷിയെ മാത്രം വിടാനാണ് തീരുമാനമായത്. അതിനുശേഷം അദ്ദേഹം മഡോങ്ങിൻ്റെ മകൻ്റെ അടുത്തെത്തി അയാളെ ചോദ്യം ചെയ്യാൻ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു. അവൻ്റെ അമ്മ വെപ്രാളപ്പെടുന്നത് കണ്ട് അവരെ സമാധാനിപ്പിക്കാൻ ഒരു ഓഫീസറെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ലിഷിയെ വിട്ടയച്ച ശേഷം അവളെ ബസ് കയറ്റി വിടാനായി ഒരു ഓഫീസർ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ അവിടെ ഒരു മുറിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ബഹളവും മറ്റും കണ്ടപ്പോൾ പോകണോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു ബെഞ്ചിൽ മഡോങ്ങിൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു ഓഫീസർ മൊഴിയെടുക്കുന്ന അവൾ ശ്രദ്ധിച്ചത്. അയാളെ സംശയമുള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം പോകുന്നില്ല. ഒരുമിച്ച് ഹെയ്നെ കൂടി വിട്ടയച്ച ശേഷം ടാക്സി വിളിച്ച് പോയിക്കോളാമെന്ന് ഓഫീസറോട് പറഞ്ഞ് അയാളെ തിരിച്ചയച്ചിട്ട് അവൾ അവിടെ തന്നെ നിൽക്കുന്നു. ചീഫാണ് മഡോങ്ങിൻ്റെ മകനെ ചോദ്യം ചെയ്തത്. അയാൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛന് കാരണം വണ്ടിയിടിച്ച് അവൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്ന കുട്ടി കൊല്ലപ്പെട്ടത്. ആ സമയത്ത് കീഴടങ്ങാൻ അവൻ അച്ഛനെ നിർബന്ധിച്ചെങ്കിലും അയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ പിടിയിലായപ്പോൾ അവൻ കോളേജിൽ പഠിക്കുകയാണ്. അതിനുശേഷമാണ് സിറ്റിയിലേക്ക് താമസം മാറിയത്. പിന്നെ അച്ഛനുമായി കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വരാനായി കുറേ തവണ വിളിച്ച് അനുവാദം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചിരുന്നില്ല എന്നൊക്കെ അയാൾ ചീഫിനെ അറിയിക്കുന്നു. മഡോങ് കാരണം കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം അയാൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് ചീഫ് ചോദിക്കുന്നു. അതിന് സാധ്യതയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ അമ്മയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന മാനസികാവസ്ഥയാണെങ്കിൽ അവരെ കൂടി ഇവിടേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ചീഫ് അയാളെ വിടുന്നു. ലിഷിനിടയിൽ തനിച്ചിരിക്കായിരുന്ന അയാളുടെ അമ്മയോട് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഓഫീസർ ശ്രദ്ധിക്കുന്ന കണ്ട് തിരികെ അവളുടെ സീറ്റിൽ പോയിരിക്കുന്നു. മഡോങ്ങിൻ്റെ മകൻ അമ്മയുടെ അടുത്ത് തിരികെ എത്തിയ ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നതിൽ നിന്ന് അയാൾ മുമ്പ് കൊലക്കുറ്റത്തിന് ജയിലിലായിരുന്നെന്ന് ലിഷി അറിയുന്നു. അച്ഛനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അന്ന് കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബം അപകടം ഉണ്ടാക്കിയതായിരിക്കുമെന്നൊക്കെ ചീഫ് ചോദിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഇനി അതിനുള്ള നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചാൽ അമ്മ ആകെ വെപ്രാളപ്പെടുന്നു. അങ്ങനെ സംഭവിക്കില്ല, ഈ കേസുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ അയാൾ അമ്മയെ ആശ്വസിപ്പിച്ച ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാനായി പുറത്തേക്ക് പോകുന്നു. തിരികെ എത്തിയ ശേഷം അമ്മയെ ചീഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് ഓഫീസറോട് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അയാൾക്ക് പുറകെ ലിഷിയും പുറത്തേക്ക് പോകുന്നത് ഓഫീസർ ശ്രദ്ധിക്കുന്നുണ്ട്. മഡോങ്ങിൻ്റെ മകൻ്റെ അടുത്തേക്കാണ് അവൾ പോയത്.
ആകെ മൂടഫായി നിൽക്കുകയായിരുന്നെങ്കിലും ബസ്സിൽ യാത്ര ചെയ്ത ആളാണ് അവൾ എന്നറിഞ്ഞപ്പോൾ അച്ഛനെ കണ്ടിരുന്നു എന്ന് അയാൾ ചോദിക്കുന്നു. അയാളുടെ കൈവശം കൊണ്ടിരുന്ന ചാക്കിന് ഒരു ഹോൾ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ തണ്ണിമത്തിരിക്കുന്നത് കണ്ടിരുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അച്ഛനത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാകണം. എന്നെ ഒന്ന് കാണാൻ വന്നോട്ടെ എന്ന് കുറേ വിളിച്ച് ചോദിച്ചതാണ്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അത് തെറ്റായിപ്പോയി എന്നൊക്കെ അയാൾ കുറ്റബോധത്തോടെയും വിഷമത്തോടെയും പറയുന്നു. അയാളുടെ കോട്ടിലുണ്ടായിരുന്ന നെയിം പ്ലേറ്റിൽ നിന്ന് അയാളുടെ പേരും അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നു. ലൂഡിയുടെ ഡയറി വായിച്ച അവൻ്റെ അമ്മ അതുപോലെ സ്റ്റേഷനിലെത്തി അവനെ കണ്ട് പ്രശ്നമുണ്ടാക്കുന്നു. ബഹളം കേട്ട് ചീഫും അവൻ്റെ അച്ഛനും എല്ലാം അവിടേക്ക് വരുന്നു. ഡയറി അമ്മ അവരെയും കാണിക്കുന്നു. ബസ്സിൽ കയറാതെ മരണത്തിൽ രക്ഷപ്പെടുത്തിയ ലിഷയെയും ഹൈനയെയും കുറിച്ച് അതിൽ എഴുതിയിരുന്നതിനാൽ അവർക്ക് ബോംബിനെ കുറിച്ച് അറിയാമെന്ന് ചീഫിന് മനസ്സിലാക്കുന്നു. ലിഷയെ വേഗം തിരിച്ചു വിളിപ്പിക്കാനും 3 പേരെയും പ്രത്യേകം വീണ്ടും ചോദിക്കാനും ചീഫ് ഓർഡർ നൽകുന്നു. ലിഷി സ്റ്റേഷൻ്റെ പുറത്തന്നെ ഉണ്ടായിരുന്നതിനാൽ കോൾ വന്നയുടൻ തന്നെ തിരികെ ചെല്ലുന്നു. ചോദ്യം ചെയ്യാൻ വേണ്ടി ഹെയ്നയും ട്രയൽ റൂമിലേക്ക് മാറ്റിയിരുന്നു. ലൂഡിയുടെ അമ്മ ഇപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും നീ അവൻ്റെ ഡയറി വായിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ അച്ഛൻ അവരെ കുറ്റപ്പെടുത്തുന്നു. ഇത് വെറും ഒരു എഴുത്തല്ല, അവൻ്റെ വിൽപത്രമാണ്. അവൻ മരിക്കാൻ പോവുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്കിതുവരെ അത് മനസ്സിലായില്ല എന്ന് ചോദിച്ച് അമ്മ അച്ഛനോട് ദേഷ്യപ്പെടുന്നു. ഞാനൊരു മനുഷ്യനാണ്. കുട്ടിക്കാലം മുതൽ നിങ്ങൾ എന്നെ വീട്ടുതറകളിൽ താമസിപ്പിച്ചിരിക്കുകയല്ലായിരുന്നു. ജീവിതത്തിൽ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് ആദ്യമായി തോന്നിയിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ലൂഡി അമ്മയോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചെങ്കിലും സീക്രട്ട് പ്ലേസിനെ കുറിച്ച് ചോദിച്ച് അവർ വീണ്ടും വഴക്കുണ്ടാക്കുന്നു. അത്രയും സമയം ക്ഷമയോട് നിൽക്കുന്ന അച്ഛൻ സംസാരം മതിയാക്കാൻ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നു. മാത്രമല്ല അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് അവനുള്ളതിനെക്കുറിച്ച് ഒരുപാട് കാലം മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു. ഞാൻ നിന്നോട് പറയാതിരുന്നതാണ്. എന്നെങ്കിലും നീ അവൻ്റെ തീരുമാനത്തിന് വില കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുന്നു. അവരെ ബലമായി അവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് തിരികെ അവൻ്റെ അടുത്ത് സമാധാനിപ്പിക്കുന്നു. അച്ഛനെങ്കിലും തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവന് ആദ്യമായിട്ടാണ് ഫീൽ ചെയ്തത്. അവൻ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. പോലീസുകാരോട് നന്നായി സഹകരിക്കണം, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. പോലീസ് അവരെ 3 പേരെയും വീട്ടിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവരും ലൂപ്പിനെ പറ്റി പറയുന്നു. മുമ്പത്തെ പോലെ തന്നെ പോലീസ് അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇതിപ്പോൾ പലതവണ ആവർത്തിച്ചതിനാൽ ലിഷിയും ഹെയ്നും ശരിക്കും മടുത്തിരുന്നു. ലൂഡി ആദ്യമായതുകൊണ്ട് പോലീസുകാരെ കൺവിൻസ് ചെയ്യാൻ കഴിയാവുന്നത്ര ശ്രമിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ എനിക്ക് കൈമാറിയാൽ അടുത്ത ലൂപ്പിൽ ഈ അപകടം സംഭവിക്കാതെ എല്ലാവരും രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നൊക്കെ അവൻ ആവശ്യത്തോടെ പറയുന്നു. പക്ഷേ ആരും അവനെ വിശ്വസിക്കുന്നില്ല. ലിഷിയും ഹെയ്നും കുറച്ച് സമയം പറഞ്ഞ ശേഷം മടുത്ത് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുന്നു. രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ലൂപ്പ് അവസാനിച്ച് അവർ അടുത്ത ലൂപ്പിലെത്തുന്നു. ഇത്തവണ ഉണർന്നപ്പോൾ ഇനി എന്തായാലും സ്റ്റേഷനിലേക്ക് പോകാൻ വയ്യ എന്ന് രണ്ടുപേരും ഒരേപോലെ പറയുന്നുണ്ട്. ലൂഡിയുടെ കത്താണ് ഇത്തവണ പ്രശ്നമായത് എന്ന് ഹെയ്ൻ അവളോട് പറയുന്നു. മാഡം കൊല്ലക്കുറ്റത്തിന് ജയിലിലായിരുന്നതിനെ കുറിച്ച് അവളും പറയുന്നു. അയാളുടെ ചാക്കിൽ സംശയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി ഹെയ്ൻ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നു. അവൻ ചവിട്ടിയാലോ എന്ന് കരുതി അയാൾ ചാക്കെടുത്ത് മാറ്റി വയ്ക്കുന്നു. ഹെയ്ൻ തിരിച്ച് ലിഷിയുടെ അടുത്ത് ചെന്നിരുന്ന ശേഷം ചാക്ക് എങ്ങനെയെങ്കിലും തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ലുഡിക്ക് കയറാനുള്ള സ്റ്റോപ്പ് എത്തിയത്. അവൻ ലൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഓർമ്മയുണ്ടാകുമല്ലോ, അവൻ്റെ സഹായം കൂടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ലിഷി എഴുന്നേറ്റ് വാതിലടുത്തേക്ക് ചെല്ലുന്നു. ലുഡി വാതിലടുത്ത് തട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ അവൾ താങ്ങി പിടിക്കുന്നു. അവന് പക്ഷേ അവളെ ഓർമ്മയുണ്ടായിരുന്നില്ല. അവളെ പാസ് ചെയ്ത് മുന്നോട്ട് ചെന്നപ്പോൾ ഹെയ്ൻ അവൻ്റെ മുന്നിൽ കയറുന്നുണ്ടെങ്കിലും അവനെയും ലുഡിക്ക് ഓർമ്മയില്ല. അവൻ ലൂപ്പിൽ കയറിയിട്ടില്ല എന്ന് ഹെയ്ൻ ലിഷി അറിയിക്കുന്നു. സീക്രട്ട് കോഡ് പറഞ്ഞ് അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലോ എന്ന് ലിഷി ചോദിച്ചപ്പോൾ ഇപ്പോൾ അതിന് പോയാൽ ഒരുപാട് സമയം വേസ്റ്റ് ആകും, തൽക്കാലം അതിന് ശ്രമിക്കേണ്ട, ആവശ്യം വരികയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മറ്റൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ രഹസ്യമായി തൻ്റെ പ്ലാൻ അവളോട് പറയുന്നു. അതനുസരിച്ച് രണ്ടുപേരും ബസ്സിൽ നിന്ന് ഉച്ചത്തിൽ പരസ്പരം വഴക്കിടാൻ തുടങ്ങുന്നു. വഴക്കിനിടയിൽ അവൻ മുന്നോട്ട് ചെന്ന് അബദ്ധത്തിൽ സംഭവിച്ചതുപോലെ ചാക്കിൽ തട്ടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് മനഃപൂർവ്വം അതിന് മുകളിൽ കയറി ചവിട്ടുന്നു. അതിലുണ്ടായ തണ്ണിമത്തൻ അവൻ്റെ ചവിട്ട് കൊണ്ട് പൊട്ടുന്നു. അതോടെ അയാൾ അവനെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും കൂടി ഇടപെട്ടതുകൊണ്ട് മാത്രം അവന് തല്ല് കിട്ടുന്നില്ല. ചാക്കിൽ തണ്ണിമത്തൻ മാത്രമേ ഉള്ളൂ എന്ന് ഇതിനകം അവർക്ക് ബോധ്യമായിരുന്നു. പെട്ടെന്നുണ്ടായിരുന്ന ദേഷ്യത്തിൽ അവനെ തല്ലാൻ തുടങ്ങിയതിന് അയാൾ ക്ഷമ പറയുകയും ചെയ്യുന്നു. അവൻ പിന്നെയും ചാക്ക് പരിശോധിക്കാൻ മുന്നോട്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ലിഷി തടയുന്നു. മാത്രമല്ല ചാക്കിൽ നിന്ന് തണ്ണിമത്തൻ പുറത്തെടുത്ത് അതിന് തകരാറ് പറ്റിയെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ അടുത്ത് ചെന്ന് അവന് വേണ്ടി അവൾ ക്ഷമ പറയുന്നുമുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ വില തന്നേക്കാം എന്നവൾ പറഞ്ഞപ്പോൾ ഇത് വിൽക്കാനുള്ളതല്ല, എൻ്റെ മകന് നൽകാൻ വേണ്ടിയാണ്, ഞാൻ എത്ര ദൂരത്തു നിന്ന് കൊണ്ടിരുന്നതാണെന്ന് അറിയാമോ എന്ന് അയാൾ വിഷമത്തോടെ പറയുന്നു. അയാളുടെ മനസ്സ് നന്നായി വേദനിച്ചെന്ന് മനസ്സിലായ അവൾ അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാളുടെ മകൻ്റെ കൊളീഗാണ് എന്ന് പറഞ്ഞ് അവൻ ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത് എന്ന രീതിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അവൾ മകൻ്റെ സഹപ്രവർത്തകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാകുന്നു. ഞാൻ വളർത്തിയ തണ്ണിമത്തൻ്റെ രുചി മിസ് ചെയ്യുന്നു എന്നവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്ന് ഏതോ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞാണ് അദ്ദേഹം അവന് നൽകാൻ വേണ്ടി തണ്ണിമത്തനുമായി എത്തിയത്. കൂട്ടത്തിൽ അവനെ ഒന്ന് കാണുകയും ചെയ്യാം എന്ന ആഗ്രഹമുണ്ട്. അവനും അച്ഛനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ കൃഷി ചെയ്യുന്ന തണ്ണിമത്തനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ന്യൂ ഇയറിന് അങ്ങോട്ടേക്ക് വന്ന് അച്ഛനെ കാണാനിരിക്കുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൾ പറയുന്നു. അദ്ദേഹത്തിന് ശരിക്കും സന്തോഷമാകുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടിയ തണ്ണിമത്തൻ അദ്ദേഹം ബസ്സിലുണ്ടായിരുന്നവർക്കെല്ലാം കൂടി വീതിച്ച് നൽകുന്നു. എല്ലാവരും സന്തോഷത്തോടെ അത് കഴിക്കുകയും അതിൻ്റെ ടേസ്റ്റിനെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നു. ബസ്സിൻ്റെ സൈഡിലൂടെ പോവുകയെന്ന കാറിലുണ്ടായിരുന്ന കുട്ടി അവർ തണ്ണിമത്തൻ കഴിക്കുന്ന കണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞ് അച്ഛനോട് വാശി പിടിക്കുന്നു. അച്ഛൻ ഗ്രേപ്സ് എടുത്ത് കൊടുത്തപ്പോൾ തണ്ണിമത്തൻ മതി എന്ന് പറഞ്ഞ് അവൻ വഴക്കുണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും നൽകിയ ശേഷം അധികം വന്ന തണ്ണിമത്തൻ വീണ്ടും ലിഷിക്ക് നൽകാനായി അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആ റിംഗ് ടോൺ അവൾ കേട്ടത്. സ്ഫോടനം നടക്കാറായി എന്ന് മനസ്സിലായതുകൊണ്ട് അച്ഛനെ അവോയ്ഡ് ചെയ്തതിൽ മകന് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് അവൾ വേഗം അദ്ദേഹത്തോട് പറയുന്നു. അത് അദ്ദേഹത്തിന് ശരിക്കും വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോഴേക്കും ബസ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അടുത്ത ലൂപ്പിൽ ഉണർന്നപ്പോൾ ലിഷി അവസാന നിമിഷം മെഡോങ്ങിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിനെ അവൻ അഭിനന്ദിക്കുന്നു.
അദ്ദേഹത്തോട് വല്ലാത്ത കഷ്ടം തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നവൾ പറയുന്നു. ഇനി അദ്ദേഹത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 2 പേർ മാത്രമാണ്. അവർ 2 പേരും ഒരേ സ്റ്റോപ്പിൽ നിന്ന് തന്നെയാണ് ബസ്സിൽ കയറിയത്. അവരിൽ ആരുടെ കൈവശമാണ് ബോംബുള്ളത് എന്ന് അവർ സംശയിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.